യിരെമ്യാവ് 10:9. നീലവും രക്താംബരവും അവയുടെ ഉടുപ്പ്, അവയൊക്കെയും കൗശലപ്പണിക്കാരുടെ പണിയത്രേ. ഇവിടെ മിഥ്യാമൂർത്തികളെ ആരാധിക്കുന്നതിനെപ്പറ്റി പ്രവാചകനിലൂടെ യഹോവ അരുളി ചെയ്യുകയാണ്. ദൈവത്തെ യഥാർത്ഥമായും ദൈവം ആരാണെന്നും എന്താണെന്നും എപ്രകാരം ആയിരിക്കുന്നുവെന്നും അറിയാത്ത ജനത്തെയാണ് ജാതികളെന്ന് വചനം പറയുന്നത്. യേശുക്രിസ്തു സത്യമായും ആരാണെന്നും എന്തിനായി ഭൂമിയിലേക്ക് വന്നുവെന്നും തൻ്റെ ലക്ഷ്യം എന്തായിരുന്നുവെന്നും താൻ എപ്രകാരമാണ് മടങ്ങിപ്പോയതെന്നും അതിനുശേഷം എന്തൊക്കെ സംഭവിച്ചു എന്നും അറിയാത്ത ജനം, അംഗീകരിക്കാത്ത ജനം, വിശ്വസിക്കാത്ത ജനം, ഇവരെയൊക്കെ ജാതികളെന്ന് പറയുന്നു. ഇങ്ങനെയുള്ള ജനം തങ്ങളുടെ അജ്ഞതയിൽ നിന്ന് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നു. അത് മരത്തിൽ നിന്നോ മണ്ണിൽ നിന്നോ സിമെൻറ്റ് കൊണ്ടോ ഒക്കെ ഉണ്ടാക്കുന്നതാകാം. സൃഷ്ടിതാവിനെ ആരാധിക്കാതെ സൃഷ്ടിയെ ആരാധിക്കുന്ന ജനം. ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളെ കൂടുതൽ മോടി പിടിപ്പിക്കുവാനായി നീലയും ചുവപ്പും ഒക്കെ നിറങ്ങളുള്ള വസ്ത്രം ധരിപ്പിച്ച് ഇവയെ കൂടുതൽ ആകർഷണമുള്ളതാക്കി മാറ്റുന്നു. എന്നാൽ പുറമെ എത്ര സൗന്ദര്യം വരുത്തിയാലും അതിനകത്ത് മരവും കല്ലും ഒക്കെയാണ്. അതൊരിക്കലും ദൈവമല്ല. മരത്തിനോ കല്ലിനോ ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുവാൻ സാധ്യമല്ല. ഇങ്ങനെയുള്ളതിനെ ആരാധിക്കുന്നവരല്ല യഥാർത്ഥ ദൈവവിശ്വാസികൾ. ഇങ്ങനെ ആയിരിക്കുവാനല്ല ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഈ വസ്തുക്കളെയൊക്കെ നശിച്ചു പോകുന്നതാണെന്ന് മനസ്സിലാക്കി നശിച്ചു പോകാത്തത്, നിലനിൽക്കുന്നത്, നിത്യത വരെ എത്തിക്കുന്നത് നിത്യനായ സ്വർഗസ്ഥനായ ദൈവം മാത്രമാണെന്ന് നാം മനസ്സിലാക്കണം. ഒരു ശില്പിക്കോ തട്ടാനോ ഉണ്ടാക്കുവാൻ പറ്റുന്നവനല്ല ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയ ദൈവം. പതിനായിരങ്ങളിൽ സുന്ദരനായവനെ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനെ, അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനെ, വെള്ളോട്ടിന് സമമായ കാലുള്ളവനെ എങ്ങനെ ഒരു ചിത്രകാരനോ ശില്പിക്കോ തട്ടാനോ ചിത്രീകരിക്കുവാനാകും? ഒരിക്കലും സാധ്യമല്ല. പത്മോസിൽ യോഹന്നാൻ കണ്ട ദൈവപുത്രൻ്റെ മഹത്വം വാക്കുകളിൽ കൂടി പറഞ്ഞത് ഈ ഭൂമിയിൽ ഒരു വ്യക്തിക്കും തൻ്റെ കൈകൊണ്ട് നിർമ്മിക്കുവാൻ ആകുന്നതല്ല. ദാനിയേൽ 3 എരിയുന്ന തീച്ചൂളയിലേക്ക് വലിച്ചെറിയപ്പെട്ട 3 എബ്രായ ബാലന്മാരെ നാം കാണുന്നു. അവരുടെ സർവശക്തനായ ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസമാണ് അങ്ങനെ വരുവാനുള്ള സാഹചര്യം ഉളവാക്കിയത്. അവരുടെ കൂടെ ഇറങ്ങി വന്ന ഒരു യേശു കർത്താവ് ഉണ്ടായിരുന്നു. തീയുടെ ഗന്ധം പോലും ഏൽക്കാതെ അവർ പുറത്തു വന്നു. അവരുടെ വസ്ത്രം ആയിരുന്നില്ല യഥാർത്ഥ വ്യക്തികൾ. വസ്ത്രത്തിനകത്ത് നശിക്കുന്ന വ്യക്തിത്വം ആയിരുന്നില്ല ഉണ്ടായിരുന്നത്, യഥാർത്ഥ ദൈവമായിരുന്നു. അത് മുഖാന്തരം അവർ രക്ഷപ്പെടുവാൻ ഇടയായി. നമ്മുടെ ബലഹീനതകൾ വ്യർത്ഥമായി മറച്ചു വെക്കാതെ അത് അകവും പുറവും ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെട്ടതാകട്ടെ. യഥാർത്ഥ സത്യദൈവത്തെ നാം ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരായി മാറാം. പ്രാർത്ഥിക്കാം. പ്രിയപിതാവേ, അങ്ങേ യഥാർത്ഥമായും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ആത്മാവിൽ സ്വതന്ത്രരാക്കി തീർക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ. God bless us all.